30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് സാധാരണ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അതിശക്തമായ ബ്ലീഡിങ്. അത് യൂട്രൈൻ ഫൈബ്രോയിഡ് അഥവാ ഗർഭാശയ മുഴ എന്ന കാരണത്താൽ മെൻസസ് തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ് ഉണ്ടാവും. അതിൻ്റെ കൂടെ ഭയങ്കര വയറുവേദനയും നടുവേദനയും ഉണ്ടാവും, ഭയങ്കര ക്ഷീണം ഉണ്ടാവും, അതുപോലെ വളർച്ചയുണ്ടാവും, ഹിമോഗ്ലോബിൻ കുറയും തുടങ്ങിയ ഒരു പ്രശ്നം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. 30-45 വയസ്സിൻ്റെ ഇടയിലുള്ള സ്ത്രീകളിലാണ് ഇത് കാണുന്നത്. സാധാരണ നമ്മളൊരു CT അബ്ഡമനോ അല്ലെങ്കിൽ അൾട്രാസൗണ്ടോ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ ഏത് ടൈപ്പ് ഫൈബ്രോയിഡാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇത്തരം ഫൈബ്രോയിഡിൽ പലപ്പോഴും പ്രശ്നക്കാരനല്ല, പക്ഷേ ഈ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് പലപ്പോഴും നമുക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത്. ഈ ഗർഭാശയ മുഴ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് സാധാരണ സർജറിയിലേക്ക് നീങ്ങും. സാധാരണ ഹിസ്റ്റക്ടമി എന്ന് പറയുന്ന ടോട്ടൽ ഹിസ്റ്റക്ടമി എന്ന് പറയുന്ന സർജറിയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും? ഹോമിയോപ്പതിയിൽ ഇതിന് ഫലപ്രദമായ ചികിത്സ ഇന്ന് അവൈലബിൾ ആണ്. നമ്മളൊരു ആൻറ്റി മയാസ്മാറ്റിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഫൈബ്രോയിഡ് ചുരുങ്ങി വരുന്നതായിട്ട് കാണാം. ഒരുപാട് രോഗികൾ നമ്മൾ ഈ ക്ലിനിക്കിൽ അത് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ തുടർന്നുള്ള സ്കാനിങ്ങിൽ നമ്മളത് നോക്കും, ഫൈബ്രോയിഡ് ചുരുങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുകയും പേഷ്യൻറ്റിന് ബെറ്റർ ആണെന്നുള്ളത് നമ്മൾ സ്ക്രൂട്ടിനി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ട് കിട്ടാറുണ്ട് ഈ വിഷയത്തിൽ. സർജറി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് എന്തുകൊണ്ട് ഫലപ്രദമാണ്.